എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഒരാഴ്ചയായിട്ട് അങ്ങനെയല്ല ആളുകൾ പറയുന്നത്, ഹാപ്പി ക്രിസ്മസ് എന്നാണ്. അതുകൊണ്ട് ഒരു ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ക്രിസ്മസ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ എന്നാൽ പിന്നെ അടുത്തുള്ള ആളുകളെയും വളരെ വളരെ അടുത്തുള്ള ആളുകളെയും ഒക്കെ വിളിച്ച് ഒരു ചെറിയ പരിപാടി നടത്താം എന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംരംഭം, ഒരു കൂടിച്ചേരൽ ഉണ്ടായത്. അതിനോട് കൂടെ എനിക്ക് അല്പകാലം മുമ്പ് തന്നെ സംസാരിച്ചും ഒക്കെ പരിചയമുള്ള, ഞാൻ പരിചയപ്പെടുമ്പോൾ ഡൽഹിയിലായിരുന്നു, രണ്ടുപേര് തൃശ്ശൂർ വന്ന് താമസിക്കാൻ തുടങ്ങി എന്നറിഞ്ഞു. അവരാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥികൾ. അവരെ കാണുന്നതും പരിചയപ്പെടുന്നതും എല്ലാവർക്കും സന്തോഷമായിരിക്കും, അവർക്കും സന്തോഷമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ സ്നേഹവന്ദനങ്ങളും ആത്മാർത്ഥമായ സ്വാഗതവും അർപ്പിക്കുന്നു. നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. ആദ്യത്തെ പ്രാർത്ഥന നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നത്, പക്ഷെ ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്, നയിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള JP ജോസ് എന്ന സഹോദരനാണ്. സഹോദരനെ നിങ്ങൾക്കറിയാം. അറിയാത്തവരെ പോകുന്നതിന് മുമ്പേ ഒന്ന് പരിചയപ്പെട്ടു പോയാൽ മതി, ഞാനൊന്നും പറയുന്നില്ല. ഇതങ്ങനെ പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് JP ജോസ് സഹോദരന് വരാം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. സഹോദരൻ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതാണ്. കൃപ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ ലോകം മുഴുവൻ ആചരിക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുവാനും അവിടുത്തെ അറിയുവാനായിട്ടും ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യം ഓർക്കുന്നു. പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ അവിടുന്ന് ഈ ലോകത്തിലേക്ക് രക്ഷകനായി വന്ന അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത്ര വലിയ രക്ഷ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തിന് നൽകുവാൻ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി വന്നു. അവിടുത്തെ ജീവൻ തന്ന് ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും പരസ്പരം കാണുവാനും തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഗസ്റ്റായിട്ട് വന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവരുടെ സാക്ഷ്യം കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുവാൻ അവിടുത്തെ അറിയുവാനായിട്ട് ഞങ്ങൾക്കൊക്കെ ഇടയായത് ഓർക്കുന്നു. അങ്ങനെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരും ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാനായിട്ട് വീണ്ടും ജന്നത്തിൻ്റെ അനുഭവത്തിൽ വരുവാൻ ഈ കുടിവരവും ഒക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും അവിടുത്തെ നാമമഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്കുമായിട്ട് തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എബിച്ചായനെയും മുളിച്ചേച്ചിയെയും ഓർത്ത് സ്തോത്രം. അവരെ നടത്തുന്ന എല്ലാ വഴികൾക്കുമായിട്ട് സ്തോത്രം. അവരുടെ പ്രിയപ്പെട്ട അവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് വിളിച്ചു കൂട്ടുവാനും എന്ന അവസരത്തിന് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ നാമത്തെ ആരാധന അർപ്പിക്കുന്നു, സ്തുതികൾ അർപ്പിക്കുന്നു. ഏറ്റവും നന്നായി ഇന്നത്തെ മീറ്റിംഗ് നടക്കുവാൻ
ഞങ്ങൾക്കെല്ലാം ആത്മീയ വർധനയ്ക്കായിട്ട് തീരുമാനമായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടണം, അവിടുത്തെ രാജ്യം ഭരണവും അവിടുത്തെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തു മുഖാന്തരം കേൾക്കുമാറാകണമേ. ആമേൻ. പ്രോഗ്രാമിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ മുഖ്യ അതിഥികളെ അവരിൽ നിന്ന് കേൾക്കാനുള്ള അവസരമാണ്. സോ ഐ റിക്വസ്റ്റ് ബോത്ത് ഓഫ് യു ടു കം ഹിയർ, at least stand in front of all for a while. Madam, please come for a few minutes. I will not compel you to sit here all the time. മാഡത്തിന് ഇവിടെ വന്നിരിക്കാൻ ഒരു ചെറിയ മടിയുണ്ട്. നിങ്ങളൊരു മിനിറ്റ് ഒന്ന് നിന്നാൽ, ജസ്റ്റ് ഫോർ എ മിനിറ്റ്, എല്ലാവർക്കും കാണാനുള്ള അവസരമാണ്. എനിക്കിവരെ കുറിച്ച് ഒരുപാടൊന്നും അറിയില്ല, എങ്കിലും അറിഞ്ഞപ്പോൾ ഇവരെ കൂടുതൽ അറിയുന്നത് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ അധികമൊന്നും ഇവരെക്കുറിച്ച് പറയില്ല. ബാക്കിയൊക്കെ അവർ പറയും. അവർ പറയുന്നതാണല്ലോ നന്നാകുക. ഈ സാറിൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പ്രസിദ്ധമായ ന്യൂസ് പേപ്പറുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് എന്ന് മാത്രം ഞാൻ ഒറ്റവാക്കിൽ പറയട്ടെ. ബാക്കി കാര്യങ്ങൾ സാർ പറയും. കൂടെ നിൽക്കുന്ന തൻ്റെ ഭാര്യ പ്രിയ മാഡം സുശീല എന്നാണ് പേര്. വളരെ പ്രസിദ്ധയായ, അനേക കാലങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള, ഞങ്ങളൊക്കെ കോഴിക്കോട് 19ാമത്തെ ബാച്ചായിട്ട് പഠിച്ചപ്പോൾ, MBBS പഠിച്ചപ്പോൾ, അവർ 13ാമത്തെ ബാച്ചായിട്ട് പഠിച്ച ആളാണ്. ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. മാഡത്തിനോട് ഇവിടെ ഒരുമിച്ച് ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും അതിന് ഇപ്പോഴും മനസ്സ് മാറ്റം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം പോലെ അവിടെ പോയിരിക്കാം. ഏതായാലും അങ്ങനെയാണെങ്കിൽ സാറ് ഇരിക്കുകയും മാഡം 4 വാക്ക് പറയുകയും ചെയ്തതിന് ശേഷം പോകുന്നതല്ലേ നല്ലത്. എന്തെങ്കിലും ഒന്നും കേൾക്കണ്ടേ ഞങ്ങൾക്ക്, അല്ലേ? സാർ അല്ല, മാഡം ഒന്ന് പരിചയപ്പെടുത്തി ഒരു വാക്ക്. സാറിനിരിക്കാം, അവിടെ തന്നെ ഇരിക്കാം. ഞാൻ സുശീല കൃഷ്ണൻകുട്ടി. ഞാൻ ജനിച്ചതൊക്കെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി ഇടയിൽ ഒരു തൃക്കടിയിൽ ഉമ്മന്നൂർക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞങ്ങൾ ക്രിസ്ത്യൻ ഫാമിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആകപ്പാടെ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലാത്തൊരു ആ സ്ഥലത്താണ് ഞങ്ങൾ ജനിച്ചതും. എലിമെൻ്ററി സ്കൂളൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ പഠിക്കാൻ വന്നു. 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ടിട്ട്. അപ്പോഴാണ് ഞങ്ങൾ ഈ ക്രിസ്ത്യൻ ഫാമിലിയൊക്കെ അറിയാനും അതൊക്കെ തുടങ്ങിയത്. അങ്ങനെ തൃശ്ശൂരാണ് പഠിച്ചത്, സ്കൂളിംഗ് ഒക്കെ. പിന്നെ വിമല കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. പിന്നെ കാലിക്കറ്റിൽ 5 കൊല്ലം പഠിച്ച് എക്സാം എഴുതി പാസ്സായ ഉടനെ ഞങ്ങൾ ഡൽഹിക്ക് പോയി. അപ്പോൾ ബാക്കിയെല്ലാം ഡൽഹിയിലാണ് ഇൻറ്റേൺഷിപ്പും എല്ലാം ചെയ്തത്. അങ്ങനെ അവിടെ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലുണ്ട്, CNI ചർച്ചിൻ്റെ അണ്ടറിലാണ്. അവിടെയാണ് എല്ലാം ഹൗസ് ജോബും എല്ലാം ചെയ്തത്. അവിടുന്ന് പിന്നെ DGOം MD എടുക്കാനായിട്ട് ലൂധിയാന CMC മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു കൊല്ലം DGOം ചെയ്തു, 2 കൊല്ലം MDയും ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ഡൽഹിയിൽ തന്നെയാണ്, ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിനാണ് 37 കൊല്ലം വർക്ക് ചെയ്തതും എല്ലാം ഗൈനക്കോളജിസ്റ്റായിട്ട്. അത് നല്ലൊരു സമയമായിരുന്നു അത്. എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല എക്സ്പോഷറായിരുന്നു. എല്ലാ വിധത്തിലുള്ള പേഷ്യൻസിനെയും
ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഒന്ന് മന്ത്രിമാരായ അവരുടെ ആൾക്കാരും ഒന്ന് ഈ റോഡിൽ കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ അത് ഒരു ചാരിറ്റി ഹോസ്പിറ്റലായതുകൊണ്ട് ആരെയും തിരിച്ചു വിട്ടില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെയും തിരിച്ചു വിടാറില്ല, എല്ലാവരെയും ഏറ്റെടുത്തിരുന്നു. അപ്പം അങ്ങനെ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തതും അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ 37 കൊല്ലം അവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതിൽ ക്രിസ്ത്യൻ ഇതിൽ വന്നതും ബാപ്റ്റിസം എല്ലാം നടന്നതും. അതിനുശേഷം ആണ് ഇതെല്ലാം ഉണ്ടായത്. ഇനി ബാക്കിയുള്ളതൊക്കെ പറയും. സാറ് പറയുന്നത് നമുക്ക് കേൾക്കാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നോ ചോദിക്കണമെന്നോ മനസ്സിൽ ഒരാഗ്രഹം വരാൻ സാധ്യതയുണ്ട്. അവസാനം അങ്ങനെ ഒരു ഇൻറ്ററാക്ഷനുള്ള സമയം കൂടെ എടുക്കാം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ മറന്നു പോണ്ട, നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. രാവിലെ ഡോക്ടർ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ, പിന്നീട് ഞങ്ങൾ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഡോക്ടറുടെ പല സുവിശേഷ പ്രവർത്തനങ്ങളെ പറ്റി കേട്ടു. അത് വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിഷണറി എൻ്റെ വീട്ടിൽ വരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്നുള്ള പാട്ട് പോലെ എനിക്ക് തോന്നി. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു റിട്രീറ്റിന് വന്ന മാതിരിയുള്ള ഒരു പ്രതീതിയുണ്ട്. നല്ലൊരു സ്ഥലം, നല്ലൊരു, ഇതിന് പട്ടിക്കാടെന്ന് വിളിക്കാൻ പാടില്ല. ഞാനൊരു പട്ടിക്കാട്ടിലാണ് ജനിച്ചത്. പാലക്കാട്ടെ മഞ്ഞളൂർ എന്ന് പറയും. ടൗണിൽ നിന്ന് 16 കിലോമീറ്റർ ഉള്ളോട്ടാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെ ആലോചിച്ചാൽ കന്നുകാലികളെ, നെൽപ്പാടങ്ങൾ, നീണ്ടു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, ഇതാണ് എൻ്റെ ഓർമ്മയിൽ ചെറുപ്പകാലത്തെ പറ്റി വരുന്നത്. പിന്നെ പ്രവർത്തിക്കാർ, ജോലി ചെയ്യുന്ന പ്രവർത്തിക്കാർ, ഇങ്ങനെയുള്ളവരാണ്. അങ്ങനെ ഒരു വലിയ പരിഷ്കാരമൊന്നുമില്ലാത്ത സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. 8ാം ക്ലാസ് വരെ അവിടുത്തെ ലോക്കൽ സ്കൂളിൽ പഠിച്ചു. അതിൽ നിന്ന് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അടുത്ത സ്കൂളിൽ പോകാൻ 10 കിലോമീറ്റർ ഉണ്ട്, ആലത്തൂർ. അപ്പോൾ അതിന് വേണ്ട ഹെൽത്ത് ഉണ്ടായിരുന്നില്ല. അത്ര ദൂരം ബസ്സിൽ പോകാനും ബസ് യാത്രയ്ക്കൊന്നും അന്ന് ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു റിലേഷൻ മദ്രാസിലുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി അവിടെ ഒരു സ്കൂളിൽ ചേർന്നു. അവിടെ അതൊരു ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂളായിരുന്നു. ക്രിസ്ത്യൻ സ്കൂൾ വളരെ പേരുകെട്ട, അവിടുത്തെ ഏറ്റവും പേരുകെട്ട സ്കൂളാണ് അന്ന് കാലത്ത്. അപ്പോൾ ആദ്യം പോയപ്പോൾ അവിടുത്തെ ബിൽഡിങ്സും അതും ഇതെല്ലാം കണ്ടപ്പോൾ ആ പരിഭ്രമമായി അതിങ്ങനെ. കാരണം ഒരു പട്ടിക്കാട്ടിൽ വന്ന് പെട്ടെന്നൊരു എലവേഷൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആദ്യമൊക്കെ പരിഭ്രമിച്ചു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം ശരിയായി. പിന്നെ ആ സ്കൂളിൽ പഠിച്ചു. നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ ആ സ്കൂളിൽ. അതുപോലെ നല്ല കളിസ്ഥലങ്ങൾ, അതെല്ലാം എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ചേഞ്ച് ഈ ഒരു സ്കൂളിൽ വരുന്നത്. അതായത് ലൈഫിനെ കുറിച്ചൊരു ബ്രോഡർ ഔട്ട്ലുക്ക് അതുകൊണ്ട് എനിക്ക് കിട്ടി. പക്ഷേ ആ സ്കൂളിൽ ചില ക്രിസ്ത്യൻ ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ കർത്താവിലേക്ക് തിരിക്കുന്ന മാതിരിയുള്ള ഒരു മിഷണറി സ്പിരിറ്റുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ക്രിസ്ത്യൻ ട്യൂഷൻ്റെ ആറ്റിറ്റ്യൂഡ്സിൽ നിന്ന് പലതും ഞാൻ മനസ്സിലാക്കാനിടയായി. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്തെ പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ മുതൽക്ക് ഞാനൊരു രോഗിയായിരുന്നു. ഐ ഹാഡ് ദിസ് ബ്രോങ്കൈറ്റിസ് പ്രോബ്ലം. അതായത് കണ്ണാന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, കണക്കുറുക്കൊക്കെ നിറയെ കഴിച്ചിട്ടുണ്ട്. ആടലോടകം, കണക്കുറുക്ക, ഈ നാടൻ മരുന്നുകളൊക്കെ, പിന്നെ കുറേ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വലിയൊരു ആശങ്ക എൻ്റെ ഹെൽത്തായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എപ്പോഴും ഞാൻ ബോധവാനായിരുന്നു. കാരണം എൻ്റെ അമ്മാവന്മാർ തന്നെ അമ്മയെക്കൊണ്ട് പറയും, ഇവൻ അധികം ജീവിക്കുന്നു തോന്നില്ല എന്ന് പറയും, അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ കൃപ, പിന്നെ അമ്മയുടെ പ്രാർത്ഥന, ഇതെല്ലാം എന്നെ സഹായിച്ചു. മദ്രാസിൽ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യൻസ് അവിടെ അടിക്കടി പ്രെയർ മീറ്റിംഗ് നടത്തും. അപ്പോൾ അതുപോലെ ഒരു വലിയൊരു കൺവെൻഷന് ഞാൻ പോയി. അതായത് അവർ ഈ നോട്ടീസ് അടിക്കലേ
രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിക്കും. അങ്ങനെ ഒരു വലിയൊരു മീറ്റിങ്ങിന് ഞാൻ പോയി. ഐ തിങ്ക് സിലോൺ പെന്റിക്കോസ്റ്റലാണെന്ന് തോന്നുന്നു. അങ്ങനെ പോയിട്ട് 5 ദിവസത്തെ മീറ്റിംഗാണ്. അപ്പോൾ കുറേ പ്രസംഗങ്ങൾ കേട്ടു. എനിക്ക് അധികമൊന്നും മനസ്സിലായില്ല. പക്ഷേ ആ മീറ്റിങ്ങിൻ്റെ വെന്യൂവിൽ ചില ബൈബിൾ വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു വചനം എന്നെ പ്രത്യേകിച്ച് ആകർഷിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വചനം. ഇത് എവിടുന്ന് എടുത്തതെന്ന് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം. ഇത് ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്താണെന്നൊക്കെ ഉള്ള. ഈ 5 ദിവസത്തിനിടയിൽ ഒരു പാസ്റ്റർ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ പോയി തമിഴ് പാസ്റ്റർ. അപ്പോൾ അദ്ദേഹം വലിയ പഠിച്ച ആളൊന്നും ആയിരുന്നില്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള സംശയമാണ്. പിന്നെ വലിയൊരു സാമ്പത്തിക സ്ഥിതി ഉള്ള ആളായിരുന്നില്ല. ആ പട്ടണത്തിലെ ഒരു മൂലയിൽ, അതായത് ധോബിഘാട്ടൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിൽ, ധോബിഘാട്ട് മണ്ണാന്മാർ താമസിക്കുന്ന സ്ഥലം, അവിടെയാണ് താമസിച്ചിരുന്നത്. 2 റൂമുള്ള ഒരു വീട്, ചെറിയ വീട്, ചർച്ച്, അവരുടെ വരാന്ത. ആ വരാന്തയിൽ 10-12 ആൾക്കാർ വരും. ഒക്കെ ഈ താണ നിലയിൽ നിന്നുള്ള ആൾക്കാർ, ഈ അവിടുത്തെ ചുറ്റുമുള്ളവർ, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർ. അങ്ങനെയാണ്. എനിക്ക് ആദ്യമെല്ലാം അവിടെ പോകാൻ മടിയായിരുന്നു. കാരണം ആരെങ്കിലും അറിഞ്ഞാൽ ഈ നായർ പയ്യൻ ക്രിസ്ത്യാനികളുടെ പ്രസംഗം കേൾക്കാൻ പോകുന്നു എന്ന് പറയും. അപ്പോൾ അത് എനിക്കൊരു ഇതായിരുന്നു. പക്ഷെ ആരും അറിയാതെ ഞാൻ അങ്ങനെ അവിടെ പോയി. ഞായറാഴ്ച എങ്ങനെ അവിടെ പോകും. ഇദ്ദേഹം ഉജ്ജ്വലമായി പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ അവിടുന്നാണ് ബൈബിളിലെ കണ്ടന്റിനെ പറ്റി എനിക്കറിഞ്ഞത്. ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ദൈവം സ്നേഹമാണ്, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് എന്നുള്ള പല ആശയങ്ങളും എനിക്ക് മനസ്സിലായി. അപ്പം ഇത് കേൾക്കുന്നത് ഒരു ബാറ്ററി റീചാർജ് ചെയ്യുന്ന മാതിരിയാണ്. ഒരാഴ്ചയ്ക്ക് വേണ്ട ശക്തി നമുക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഞായറാഴ്ചകൾ കുറേ കടന്നു. 2-3 കൊല്ലം ഞാൻ അവിടെ പോയി. ആദ്യം എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ പല ദൈവങ്ങളെയും വർഷിപ്പ് ചെയ്യുന്നുണ്ട്. രാമൻ, കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, ഇങ്ങനെ പല ദൈവങ്ങളുണ്ട്. അതുകൂടെ ഒരു ദൈവത്തെ കൂടി ചേർക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ക്രിസ്തുവിനെയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഗസ്റ്റ് സ്പീക്കർ ഒരു ദിവസം വന്നു. ഒരു ആംഗ്ലോ ഇന്ത്യനാണെന്ന് ഓർമ്മയുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആ വചനം, ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് വരുന്നില്ല. ആ വചനത്തെ ആസ്പദമാക്കി ഒരു പ്രസംഗം ചെയ്തു. അപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ തട്ടി. പക്ഷെ അതെനിക്ക് വല്ലാതെ വിഷമങ്ങൾ ഉണ്ടാക്കി. അതായത് ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ പഴയതെല്ലാം വിട്ടുകളയണം എന്നുള്ള ഒരു ആശയം എൻ്റെ ഉള്ളിൽ വന്നു. അത് ഞാൻ കുറച്ച് ദിവസം അത് പെട്ടെന്ന് എനിക്ക് അത് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്കൊരു ഗുണമുണ്ടായിരുന്നു. ഞാൻ നിറയെ വായിക്കും. ഈ ചില ദിവസങ്ങളിൽ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മൂർ മാർക്കറ്റ് എന്നൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു പണ്ട്. സെക്കൻഡ് ഹാൻഡ് ബുക്സ് മാത്രം വിൽക്കുന്ന സ്ഥലം, വലിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ പല ബുക്കുകൾ തിരഞ്ഞെടുത്ത് വായിക്കും. അത് പലപ്പോഴും നല്ല ബയോഗ്രഫീസ് ആയിരുന്നു. ചിലത് ക്രിസ്ത്യൻ ബയോഗ്രഫീസ് തന്നെയായിരുന്നു. അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എങ്ങനെയാണ് പുസ്തകങ്ങളൊക്കെ വായിച്ചു എന്നുള്ളത്. അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ഒരു വഴി നമുക്ക് വേണ്ടി തിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെ സിവിലൈസേഷനെ, നമ്മുടെ മനുഷ്യരാശിയെ ഏറ്റവും ബാധിച്ച ചില ആൾക്കാർ ക്രിസ്തുവാൽ ആകർഷിക്കപ്പെട്ടവരായിരുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞവരായിരുന്നു, നന്മ പ്രവർത്തിക്കാൻ വേണ്ടി അവരുടെ ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്തവരായിരുന്നു ഇവരെല്ലാവരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. അതൊരു മൂവ്മെൻ്റാണ്. ഞങ്ങളൊരു ആ സ്ഥലത്തെ അറിയപ്പെട്ട ഒരു ജന്മിയായിരുന്നു എൻ്റെ അച്ഛൻ. കുറേ സ്വത്തുകളുണ്ടായിരുന്നു. അപ്പോൾ ഭാഗം പിരിക്കുമല്ലോ. എൻ്റെ അച്ഛൻ കാരണവരായിരുന്നു, വലിയ കുടുംബത്തിൻ്റെ ഒരു കാരണവരായിരുന്നു.
എന്നാൽ ആദ്യ സമയത്ത് കുടുംബത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. മൂപ്പര് മലേഷ്യയൊക്കെ പോയി നിറയെ സമ്പാദിച്ചു വന്ന് അതെല്ലാം കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ലോണം ധനിയനായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെങ്ങൾ വന്നിട്ട് കുറച്ച് സ്ഥലം ചോദിച്ചു. അച്ഛനത് കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. വാശിയോടെ അത് കൊടുത്തില്ല. കാരണം അത് മക്കൾ ദൂർത്തടിച്ചെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മരുമക്കളെല്ലാം ചേർന്ന് ഒരു കേസ് കൊടുത്തു അച്ഛനെതിരെ. ആ കേസ് 15 കൊല്ലം നടന്നു. ആങ്ഷ്യസ് ഡേയ്സ്. അതിന് കുറേ പൈസ ചിലവാക്കി. പിന്നെ ഒടുക്കം വിധി അച്ഛനെതിരായി വന്നു. വിധി എന്തെന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്വത്ത് 42 ഭാഗിച്ച് അച്ഛൻ ഒരു ഭാഗം കിട്ടും, ബാക്കിയൊക്കെ റൈവൽസിന് പോയി. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം വീട്, സ്വത്ത്, പാടങ്ങൾ, 100 പറ കണ്ടം ഇതെല്ലാം വിട്ടുപോയി. വി ആർ ഓൺ ദ റോഡ്. ഇറ്റ് വാസ് വെരി ഹ്യൂമിലിയേറ്റിംഗ്. ബട്ട് ഓൾ ദിസ് ടൈം ഞാനും സഫർ ചെയ്തില്ലേ. കാരണം ഞാൻ മദ്രാസിലായിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരുമാണ് അതിൻ്റെ ഹ്യൂമിലിയേഷൻ അറിഞ്ഞത്. അപ്പോൾ ഈ ചിന്തകളും എന്നെ ഭരിക്കുകയായിരുന്നു ഞാൻ മദ്രാസിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ മദ്രാസിൽ പഠിക്കുകയായിരുന്നു. ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയത്തിൽ വല്ലാത്ത ഒരു വിഷമം, ഒന്ന് എന്താണ് വൈരാഗ്യം, ക്രോധം, നമ്മുടെ സ്വത്തിനെ അപഹരിച്ച ആൾക്കാരോട്, ഇതെല്ലാമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. ഇത് ആകപ്പാടെ എന്നെ വല്ലാതെ വിഷമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് എൻ്റെ വ്യാധിയെക്കുറിച്ചുള്ള ചിന്തയും ഈ ഭാരങ്ങളെല്ലാം കൂടിയാണ് ഞാൻ ആ മീറ്റിങ്ങിന് പോയത്. അപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അവിടെ ആ മീറ്റിങ്ങിൽ ലഭിച്ച ഒരു ഇനീഷ്യേറ്റീവ് ബൈബിൾ വായിക്കാൻ, അത് വലിയൊരു ഗുണമായിരുന്നു. അത് ബൈബിൾ വായിക്കും തോറും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഈ അശുദ്ധിയായുള്ള എല്ലാ ആറ്റിറ്റ്യൂഡ്സും മാറി. ഒന്ന്, രോഗത്തിനെ കുറിച്ചുള്ള ഭയം മാറി. 2, സ്വത്തോ സമ്പാദ്യമോ മറ്റു കാര്യങ്ങളോ അല്ല ശാശ്വതമായിട്ടുള്ളത്, ഒന്നും ശാശ്വതമല്ല എന്നുള്ള ചിന്ത. അത് ഹിന്ദു ഫിലോസഫിയിലും കുറച്ചുണ്ട്. എല്ലാം മായയാണ് നമ്മളുണ്ടല്ല. ഇതെല്ലാം എന്നെ സഹായിച്ചു. അങ്ങനെ വൈരാഗ്യവും വെറുപ്പും നിറഞ്ഞ ഒരു ഹൃദയത്തെ മാറ്റിയത് ഈ ബൈബിൾ സ്റ്റഡി മൂലമുണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ്. അത് മാത്രമല്ല, പിന്നെ ഞാൻ അവിടുന്ന് മദ്രാസ് വിട്ടു. ഐ ഡിഡ് മൈ MA ഫ്രം ദെയർ. MA വരെ അവിടെ പഠിച്ചു. ലയോല കോളേജിലാണ് ഞാൻ പഠിച്ചത്. അത് അവിടെയെല്ലാം നല്ല അക്കാഡമിക് റെക്കോർഡായിരുന്നു. പിന്നെ വീണ്ടും പെട്ടെന്നുള്ള ഒരു ജോലി ലഭിക്കണം എന്നുള്ള സ്ഥിതിയിൽ ഞാൻ റെയിൽവേ ജോയിൻ ചെയ്തു, ഒരു ഓഡിറ്ററായിട്ട്, ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. വലിയ ശമ്പളമൊന്നുമില്ല, ഇവിടെ ജോബ് ആയിരുന്നില്ല, പക്ഷേ ഓഡിറ്റ് ജോലിയാണ്. അവിടെ ഒരു 3 കൊല്ലം വർക്ക് ചെയ്തു. അവിടെ വെച്ചും ചിലരെ പരിചയപ്പെടാനിടയായി. അതായത് വൺ വാസ് ഒരു പോൾ മേഷ് എന്ന് വിളിക്കാം ഞങ്ങൾ. അദ്ദേഹം ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരു സുവിശേഷനായി തീർന്ന ആളാണ്. പിന്നെ ഒരു റെവറൻഡ് CS ജോസഫ് മാർത്തോമ ചർച്ചിലത്തെ ഒരു മിഷണറി ആയിരുന്നു. ഒരു സ്കൂൾ ഹെഡ് മാഷുമായിരുന്നു. മൂപ്പര് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കുറച്ച് അറിവുണ്ട്. അതൊക്കെ സാധുക്കൾക്ക് കൊടുത്ത് അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നു, ആ അറിവ് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ നല്ല ഒരു സ്നേഹമുള്ള ഒരു മിഷണറി ആയിരുന്നു. ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് എന്നിൽ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല സ്നേഹമുള്ള മനുഷ്യരായിരുന്നു. എന്നെപ്പറ്റി അറിഞ്ഞപ്പോൾ അവരെനിക്ക് അടിക്കടി കത്തുകൾ എഴുതും, ഞാൻ മറുപടി അയക്കും. അപ്പോൾ അങ്ങനെ അതൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്, ആ ഒരു വിശ്വാസത്തിൽ ഉറയ്ക്കാൻ. ആദ്യകാലങ്ങളിൽ എൻ്റെ ഈ വിശ്വാസത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് ഞാൻ വെളിയിൽ പറയില്ല. കാരണം ഐ വാസ് അഫ്രൈഡ് ഓഫ് റിഡിക്യൂൾ. മറ്റുള്ളവർ എന്നെ പരിഹസിക്കും അല്ലേ, ഇതെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ മദ്രാസിലിരുന്ന സമയം തന്നെ ഞാൻ പല അക്രൈസ്തവരായിട്ട് പരിചയപ്പെടാൻ, ക്രിസ്തുവിലേക്ക് അനുഭവത്തിലേക്ക് വന്ന
അക്രൈസ്തവരായ പലരെയും പരിചയപ്പെട്ടു, ബ്രാഹ്മിൻസ് ഇങ്ങനെയുള്ള പലരൊക്കെ. പിന്നെ ഡൽഹിയിൽ വന്ന ശേഷവും കുറേ ആൾക്കാരെ അങ്ങനെ പരിചയപ്പെട്ടു. ഇതിലൊക്കെ എൻ്റെ വിശ്വാസം ശക്തിപ്പെട്ടു. അതാണ്. അങ്ങനെ ഡൽഹിയിൽ പോയി. എൻ്റെ ഈ ആറ് കുട്ടികളിൽ ഞാനാണ് മൂത്തവൻ. അപ്പോൾ കുടുംബത്തിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്കാണ്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു അനിയത്തി ഒരു സ്കൂളിൽ ഒരു ടീച്ചറായി ജോലി കിട്ടി. അപ്പോൾ അതുകൊണ്ട് പട്ടിണിയിൽ നിന്നെല്ലാം കുടുംബം രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ വലിയൊരു സഹായം ബന്ധുക്കളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദൈവം സൂക്ഷിച്ചു. പിന്നെ ഈ റെയിൽവേയിൽ 3 കൊല്ലം ജോലി ചെയ്തു. അപ്പോഴാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്, ജേർണലിസ്റ്റ് ട്രെയിനീസിനെ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അവർ പല സെൻറ്റേഴ്സിലും ഇന്ത്യയിൽ 4 സെൻറ്റേഴ്സിൽ പരീക്ഷ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നടത്തി. മദ്രാസിൽ നിന്ന് തിരഞ്ഞെടുത്ത എന്നെയായിരുന്നു. അപ്പോൾ അതിൽ പോയി കുറച്ച് വർക്ക് ചെയ്തു. അങ്ങനെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ചേർന്നു. ബോംബെയിലാണ് ചേർന്നത്. അവിടെ ഒരു കൊല്ലം വർക്ക് ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫർ മീ ടു ഡൽഹിയിൽ പോയി. നല്ല ആദ്യമൊക്കെ വലിയ ഉത്സാഹമായിരുന്നു ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ഇതെല്ലാം നമ്മൾ രാജ്യത്തെ നന്നാക്കാനൊന്നും ജേർണലിസം പോരാന്ന് തോന്നി എനിക്ക്. പക്ഷേ ജേർണലിസം എന്നെ പലതും പഠിപ്പിച്ചു. കാണുന്നത് ഒന്ന്, സത്യം വേറൊന്ന്. ഈ രണ്ടുമുള്ള വ്യത്യാസം എല്ലാം മനസ്സിലാക്കാൻ എനിക്ക് ജേർണലിസം എന്നെ സഹായിച്ചു. പിന്നെ മനുഷ്യന്മാർ എന്താണെന്ന് തന്നെ പഠിപ്പിക്കാൻ, മനുഷ്യന്മാരെങ്ങനെ വലുതാകുന്നു, എങ്ങനെ ചെറുതാകുന്നു എന്നുള്ളതെല്ലാം വാസ്തവമായി പഠിക്കാനുള്ള ഒരു അവസരമായിരുന്നു ജേർണലിസം. തീർച്ചയായിട്ടും അതൊരു നഷ്ടമായിരുന്നില്ല. അങ്ങനെ ആ സമയത്ത് ഡൽഹിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ചർച്ചിൽ ചേർന്നു. അതിന് പേര് ഡൽഹി ബൈബിൾ ഫെലോഷിപ്പ്. ഞങ്ങളുടെ വലിയ പാസ്റ്റർമാരെല്ലാം വലിയ പ്രഗത്ഭരായിരുന്നു. അതായത് ഡാലസ് സെമിനാരിയിലൊക്കെ പഠിച്ച വലിയ സെമിനാരിയിൽ ഫോറിനിൽ പഠിച്ച പാസ്റ്റേഴ്സായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എക്സലൻറ്റ് സെർമൺസ്, നല്ല സ്പീച്ചസ്. ആ ചർച്ചസിലൊക്കെ ഞാനൊരു ഏകദേശം കുറേ കാലം ഇവിടെ വരുന്നവരെ അതിലാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം എനിക്ക് ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് ഈവൻ വിത്തിൻ ദ ചർച്ചസ് ദർ ഈസ് വാട്ട് ഈസ് നോൺ ഈസ് കാരിയറിസം. ഇപ്പോൾ പാസ്റ്ററായിരിക്കുന്നത് ഒരു നല്ല പ്രസംഗം ചെയ്ത് ഉയർന്ന പേര് ലഭിച്ച് വലുതാവാനുള്ള ഒരു ഇതായി പലരും കണ്ടു. പക്ഷെ അവർ നല്ല പ്രസംഗങ്ങളാണ് ചെയ്യുന്നത്, ബൈബിൾ ബേസ്ഡാണ് ഒക്കെയാണ്. പക്ഷെ ഉദ്ദേശശുദ്ധി കുറച്ചുകൂടി വേണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തിനാണ്? മനുഷ്യന്മാരുടെ ജീവിതങ്ങളെ ഒരു മാറ്റം വരുത്താൻ, മാനസാന്തരത്തിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ, അല്ലേ? ക്രിസ്തുവരായാൽ ഒരു മനുഷ്യൻ പുതിയ മനുഷ്യനായി തീർന്നും പഴയതെല്ലാം ഒഴിഞ്ഞുപോയി. അങ്ങനെയുള്ള ഒരു സ്ഥിതി മാറ്റം വരുത്തുവാൻ, ഒരു ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ ഈ പ്രസംഗങ്ങൾ കാരണമായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലർ മാറിയിട്ടുണ്ടാവാം. പക്ഷേ അത് മനസ്സിലാക്കാനോ അതൊന്ന് പരീക്ഷിക്കാനോ ഉള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല പ്രസംഗങ്ങൾ ചെയ്യും. ഞായറാഴ്ച വെരി ഗുഡ് പ്രീച്ചിങ്. ഐ ഹാവ് ബെനിഫിറ്റഡ് ബൈ ദാറ്റ്. പക്ഷേ ഇവിടെ ഈ കണ്ട ചില പോൾ മേഴ്സ്, റെവറൻഡ് C.S. ജോസഫ്, അങ്ങനെയുള്ള സാധാരണ വർക്കേഴ്സിനുള്ള ആ സ്നേഹമോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരിൽ കണ്ടമാതിരി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഞാൻ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയതാണ്, ദേ ഹാഡ് എ കാരിയർ, ഒരു നല്ല ഒരു കാരിയർ വേണം. പല ചർച്ചസിൻ്റെയും വലിയ ചർച്ചസിലും ഇതാണ് ഇന്നും സ്ഥിതി. അതായത് അവിടുത്തെ ഇമ്പോർട്ടൻസ് നമ്പേഴ്സ്, പിന്നെ ബഡ്ജറ്റ്, നല്ല പൈസ നിറയെ വരണം. ചില ചർച്ചസ് അങ്ങനെയുണ്ട്. അല്ല, അവർ നന്മ ചെയ്യുന്നില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ മനുഷ്യർ മാറുന്നുണ്ടോ? ഇന്ന് വലിയ ചർച്ചസ് ഉണ്ടെങ്കിൽ ഇന്ന് ദീസ് കൺട്രി മസ്റ്റ് ഹാവ് ടേൺഡ് ക്രിസ്ത്യൻ കംപ്ലീറ്റ്ലി ലോങ് എഗോ. പക്ഷേ ഇതൊന്നും ശരിക്ക് ഉദ്ദേശ്യം നിറവേറുന്നില്ലെന്നാണ് എൻ്റെ ഉദ്ദേശം, എൻ്റെ പറയാനുള്ളത്.
അപ്പോൾ മുഖ്യമായിട്ട് വേണ്ടത് ബൈബിളിലുള്ള അറിവല്ല, ആ അറിവനുസരിച്ചുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. അതാണ് പലവരെയും കാണാത്തത്. അപ്പം ഞാൻ ആദ്യത്തെ ചർച്ചിൽ ഈ പാസ്റ്ററുടെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഉള്ള വിഷമം എന്തായിരുന്നു വെച്ചാൽ, ക്രിസ്ത്യാനികളെ പറ്റി ഹിന്ദുക്കളുടെ ഇടയിലുള്ള ആ ഇമേജ്, അവർ കള്ളുകൂടിയന്മാരാണ്, ഇമ്മോറലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുള്ള ഒരു ഇമേജാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കൂടെയാണോ നീ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നുള്ളൊരു റിഡിക്യൂൾ വരുമല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വാസ്തവം മനസ്സിലായത്. ആ ആരംഭമാണ്. അതുപോലെ തന്നെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ തന്നെ എനിക്ക് ഒരു അവസരം ലഭിച്ചു. അതായത് ടൈംസ് ഓഫ് ഇന്ത്യയിലൊരു റിലിജിയൻ കോളം തുടങ്ങാൻ അവർ നിശ്ചയിച്ചു. ഒരു ക്രിസ്ത്യാനിയാണെന്ന്, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവർക്കും ഞാൻ വെളി പറയും. അവിടെ വർക്ക് പ്ലേസിൽ പറയാൻ എനിക്ക് നാണക്കേടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊണ്ട് ഈ ജോലി എന്നെ ഏൽപ്പിച്ചു. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം 2 കോളം ഞാൻ എഴുതണം. അതിൻ്റെ ടൈറ്റിൽ ഇന്നർ സ്പേസ് എന്നുള്ളതായിരുന്നു ഇംഗ്ലീഷിൽ. അത് ആ പേപ്പറിൻ്റെ എല്ലാ എഡീഷനിലും പോകും. ഇതിന് വളരെ റീഡർഷിപ്പ് ഉണ്ടായിരുന്നു. ഐ യൂസ് ടു റിസീവ് ലോട്ട് ഓഫ് ഫാൻ മെയിൽ. ചില പാസ്റ്റർമാരുടെ അടുത്ത് പറയും, ഞാൻ വായിച്ചു, ഞങ്ങളതനുസരിച്ച് പ്രസംഗിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, എത്ര ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. അത് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ വേറൊരു വിധത്തിൽ ആലോചിക്കുമ്പോൾ നിറയെ പുസ്തകങ്ങൾ വായിച്ചു ബൈബിളിനെ കുറിച്ച്. നിറയെ എൻ്റെ പുസ്തകങ്ങൾ ഇപ്പോഴും നല്ലൊരു ലൈബ്രറി എനിക്കിപ്പോഴും ഉണ്ട്. അത് ചിലതൊക്കെ കിട്ടിയത് ചില ക്രിസ്ത്യൻ ലീഡേഴ്സ് വെളിയിൽ നിന്ന് വരും, അവരെ ഇൻ്റർവ്യൂ ചെയ്യും. ആ സമയത്ത് അവരുടെ മുഖ്യ പുസ്തകങ്ങളെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് തരുമായിരുന്നു. അതിലൊരാൾ ഡോക്ടർ ചാൾസ് കോൾസൺ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? He was an advisor to President Nixon. He was put in jail. He was involved in that Watergate case. ആ കേസിൽ 2 കൊല്ലം ജയിലിലേക്ക് പോകേണ്ടി വന്നു. അയാളൊരു നോർമൽ കാത്തലിക്കായിരുന്നു. പക്ഷേ ഈ ജയിലിൽ പോയ ഹ്യൂമിലിയേഷൻ അയാളെ മാറ്റി. C.S. ലൂയിസ് എഴുതിയ മിയർ ക്രിസ്ത്യാനിറ്റി എന്നുള്ളൊരു പുസ്തകം വായിച്ച് അയാൾ മാറി. പിന്നീട് അദ്ദേഹത്തിന് he was holding 6 PhDs and after coming out of jail നല്ല വലിയ ജോബൊക്കെ അയാൾക്ക് കിട്ടി. പക്ഷെ അയാൾ എല്ലാം നിരസിച്ചു. അയാൾ ജയിലിൽ കിടന്ന സമയം ജയിലിലത്തെ ആൾക്കാരുടെ, ജയിൽ കിടക്കുന്ന ജയിൽ പുള്ളികളുടെ അവസ്ഥ കണ്ട് അയാളുടെ മനസ്സിന്, ഞാൻ ഈ ജയിലിൽ നിന്ന് പുറപ്പെട്ട് വെളിയിൽ വരുമ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ബോധം അയാൾക്കുണ്ടായി. എന്നിട്ടാണ് അയാൾ തുടങ്ങിയ ഇതാണ് പ്രിസൺ ഫെലോഷിപ്പ്, ഇൻ്റർനാഷണൽ പ്രിസൺ ഫെലോഷിപ്പ്. ഇതിന് പോകുക എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ജയിലിൽ പുള്ളികളെ ഉണ്ടല്ലോ, എന്താണ് കൊലപ്പുള്ളികളെങ്ങനെയുള്ളവരുണ്ടല്ലോ, അവരെ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലൊരു സ്ഥലത്തെടുത്ത് പ്രാർത്ഥിച്ച് അവർക്ക് ബൈബിൾ ടീച്ചിങ് കൊടുക്കും. എന്നിട്ട് അവരെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പഠിപ്പിക്കും, എല്ലാം ചെയ്യും. ഇതിൽ നിന്നും അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നിറയെ ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു. കാരണം അടുത്തുള്ള നെയ്ബേഴ്സ് എല്ലാം ഈ കള്ളന്മാരും കൊലക്കാരും ഒക്കെ ആണല്ലോ നമ്മുടെ അടുത്ത് താമസിക്കാൻ വന്നിരിക്കരുതെന്ന് പറഞ്ഞ് അവർ ഒപ്പോസ് ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അതെല്ലാം ഓവർകം ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഫെലോഷിപ്പ് അദ്ദേഹം സ്ഥാപിച്ചു.
ഡോക്ടർ ചാൾസ് കോൾസൺ. ഇത് ഗ്രേറ്റ് നല്ലൊരു റൈറ്ററായിരുന്നു അദ്ദേഹത്തിന് നിറയെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം ഈ പ്രസൻറ്റ് എക്സ്പീരിയൻസിന് ശേഷമാണ്. അദ്ദേഹം മരിച്ചിട്ട് 3-4 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷെ വളരെ അധികം കാര്യങ്ങൾ ചെയ്തു. അപ്പം അദ്ദേഹം ഡൽഹിയിൽ വന്നിരുന്നു. കുറേ പുസ്തകങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അതുമാതിരി പല സ്ഥലത്തു നിന്നും. പിന്നെ CMC വെല്ലൂരിൽ നിന്നൊരു പോൾ ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ പോൾ ബ്രാൻഡ്, അദ്ദേഹം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ വെച്ചിട്ട്. അങ്ങനെ പലരും. ദീപക് ചോപ്ര കേട്ടിട്ടുണ്ടോ? ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലോസഫർ, അമേരിക്കയിലത്തെ. അതായത് നമ്മുടെ മഹാഋഷി യോഗി അവരില്ലേ, അവരുടെ ഒരു ഡിസൈപ്പിളാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഈസ് സ്റ്റേയിങ് ഇൻ ഡൽഹി. അദ്ദേഹത്തിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ പലതും. അദ്ദേഹത്തിൻ്റെ അച്ഛന് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു പ്രാർത്ഥിക്കാൻ. എന്നിട്ട് ഒരു ബുക്ക് വേണമെന്ന് പ്രത്യേകം വായിക്കണമെന്ന് പറഞ്ഞു. അഗസ്റ്റിനെ കുറിച്ചുള്ളൊരു പുസ്തകം. അദ്ദേഹം വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്ന് ആ പുസ്തകം വാങ്ങിക്കൊണ്ട് പോയ ഓർമ്മപ്പോഴും ഉണ്ട്. ഇതുപോലെയുള്ള പല എക്സ്പീരിയൻസിനും ഇതൊക്കെ ഇടയാക്കി ഞാൻ ടൈംസ് ഓഫിലായിരുന്നപ്പോൾ. അപ്പം അതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്, ഈ എളിയദാസനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചു എന്നുള്ളത്. പക്ഷേ അതേസമയം വലിയൊരു ഗിൽറ്റ്, ഐ ഷുഡ് ഹാവ് റിട്ടേൺ മോർ. ഐ ഷുഡ്, ബിക്കോസ് എനിക്ക് പ്രസംഗിക്കാനുള്ള ടാലൻ്റ് അല്ല തന്നിരിക്കുന്നത് ദൈവം, എഴുതാനുള്ളതാണ് അധികം. പ്രസംഗിക്കാൻ എനിക്ക് ഇതാണ്. കാരണം മലയാള പദങ്ങൾ കിട്ടാൻ ഞാൻ 40 കൊല്ലം ഡൽഹിയിലായിരുന്നപ്പോൾ ഇംഗ്ലീഷ് ചർച്ചാണ് അറ്റൻഡ് ചെയ്തത്. പിന്നെ ഇവിടെ വന്ന് ചേഞ്ച് ചെയ്തു. അത് പലപ്പോഴും മലയാള പദങ്ങൾ കിട്ടുന്നില്ല. ശരിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴും പ്രസംഗം കൊണ്ട് പലരെയും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ എൻ്റെ മിനിസ്ട്രി ഇമെയിലിലൂടെ ഞാൻ നിറയെ ലെറ്റേഴ്സ് അയക്കും പലർക്കും, ബന്ധുക്കൾക്കും അവർക്കും ഇവർക്കൊക്കെ. പക്ഷേ എനിക്കത് വലിയൊരു സക്സസ് ആയിരുന്നു എന്ന് ക്ലെയിം ചെയ്തിരുന്നില്ല ഞാൻ. പക്ഷേ ഇന്ന് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഈ വാട്സപ്പ്, ഈ ചെറിയ ചെറിയ വചനങ്ങൾ അയച്ചാൽ മതി. വലിയൊരു എന്താ പറയണ്ടേ, എസ്സേ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ദൈവവചനങ്ങൾ എത്തിക്കാൻ. ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ ഈ വചനങ്ങളാൽ അത് അട്രാക്ട് ചെയ്ത് അതിനെപ്പറ്റി വലിയ വലിയ പോസ്റ്റേഴ്സ് ഉണ്ടാക്കി, പ്ലാസ്റ്റിക് പോസ്റ്റേഴ്സ്. എന്നിട്ട് ഫ്രീ ആയിട്ട് ആൾക്കാർ കൊടുക്കുകയാണ്. അതായത് ഈ വചനങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിൽ തറച്ച് അവർ മാറണമെന്നുള്ള ഒരു പ്ലാനാണ് മൂപ്പരുടേത്. അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ്, ലേഡീസ് ഹാൻഡ് ബാഗ്, മറ്റു പല ഇതുണ്ടല്ലോ, അതുമാതിരിയുള്ള യൂസ് ചെയ്ത് പല കോട്ടൊക്കെ. അല്ല, അത് പറയുന്നത് ഇതെല്ലാം പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ തീക്ഷ്ണത, ഈ വചനം, ദൈവവചനം മനുഷ്യരിൽ എത്തിക്കുമ്പോൾ അതാണ് മനുഷ്യരെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ ആൾക്കാർ വായിക്കുന്നുള്ളതിന് നമ്മളെന്താ നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരാൾ വിശ്വാസത്തിൽ വരുന്നത് ഈ വചനത്താൽ ആകർഷിക്കപ്പെടുമ്പോഴാണ്. വചനത്താൽ ആകർഷിക്കപ്പെട്ട് ആ വചനത്തോടുള്ള പ്രതിപത്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ബൈബിളിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. പക്ഷെ അതേവരയ്ക്കും മനുഷ്യൻ ആടി വരഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു സ്തോത്രമാണ്. പിന്നെ ഇതൊരു സത്യമാണ്. വേറൊന്ന്, വചനം വായിക്കുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് നമുക്കുണ്ടായിരിക്കണം. അതുകൂടാതെ ക്രിസ്തീയ ജീവിതമില്ല. പരിശുദ്ധാത്മാവ് ഒരു വചനം വായിക്കുമ്പോൾ അതിനെ നമ്മളെ എൻലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ ബൈബിൾ വചനവും പിന്നെ പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരും, വിജയകരമായി ജീവിക്കാൻ പറ്റും. ഇന്നും ഞാൻ വിചാരിക്കുന്നത് വേറൊന്നും കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നത്, ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഹെൽത്ത്. ആ ഒരു വിശ്വാസം എനിക്ക് നല്ലോണമുണ്ട്. നമ്മളുടെ ഹൃദയങ്ങളിലെ എല്ലാ അശുദ്ധിയും വെളിയിൽ പോകണമെങ്കിൽ ഈ വചനം അകത്ത് ചെല്ലണം. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മാറിപ്പോകും. പലപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം മുഖ്യ കാരണം മാനസിക കാരണങ്ങളാണ്. ഈ മാനസിക കാരണങ്ങളെ അകറ്റുമ്പോൾ ശരീരം വീണ്ടും ശക്തിപ്പെടും. എനിക്ക് എൻ്റെ കാര്യത്തിലും ഇത് വളരെ ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്.
അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം ജീവിച്ചിരിക്കാൻ ഇപ്പോൾ ഐ എം 84. അപ്പോൾ ഇതിനും ഞാൻ ഒരു കാരണം പറയുന്നത് ബൈബിളിൻ്റെ ഇൻഫ്ലുവൻസാണ്. അതാണ് എൻ്റെ വലിയ മഹാ അത്ഭുതം പറയുന്നത്. എനിക്ക് വേറെ വലിയ അത്ഭുതങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇവിടെ വന്ന ശേഷം, നാട്ടിൽ വന്ന ശേഷം ട്രാക്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു ചിലപ്പോൾ പോയിട്ട് റാൻഡമായിട്ട്. അങ്ങനെ ഞാനൊരു കടയിൽ ഈ ടോയ്ലറ്റ് ഇത് വാങ്ങാൻ, ടോയ്ലറ്റിൻ്റെ ഒരു ഭാഗം വാങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ ആ കടയിൽ ഒരു കർത്താവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു. 2-3 ലേഡീസ് ഉണ്ടായിരുന്നു, ഒരു ആണും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കോൺവെർസേഷൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു, നിങ്ങൾ ഈ ക്രിസ്തുവിനെ അറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു കോൺവെർസേഷൻ തുടങ്ങി. ഇവർ ചിലവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ഒരാൾ വല്ലാതെ ശ്രദ്ധിക്കുന്നു, അത് അവിടുത്തെ വേലക്കാരനായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കണ്ടു. പിന്നെ അയാളെ ഫോളോ അപ്പ് ചെയ്തു പിന്നെ കുറച്ച് മാസങ്ങൾ ഞാൻ കണ്ടില്ല. പിന്നെ അയാൾ എന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ച് പറയുകയാണ്, അന്ന് നിങ്ങൾ വന്നത് എൻ്റെ ജീവിതത്തെ രക്ഷപ്പെടാൻ ഇടയാക്കി. അതായത് അന്ന് അവർ കുടുംബമായി സൂയിസൈഡ് ചെയ്യാൻ തയ്യാറായിട്ട് ഇരിക്കുകയായിരുന്നു. ഒരു മകൻ കാരണം, മകൻ വളരെ വലിയ തമ്മാടിയായിരുന്നു. ദേശത്തെ ആകപ്പാടെ ഇവരുടെ പേര് കെടുത്തി. ഒരു മകളുണ്ട്, മകനുണ്ട്, ഹസ്ബൻഡ് വൈഫ്. ഇത് കിട്ടി അവരിങ്ങനെ വായിച്ച് മനസ്സ് മാറി അത് മാറ്റി. അപ്പോൾ ഇന്ന് വളരെ ആക്റ്റീവാണ് നമ്മുടെ ചർച്ചിൽ. അല്ല, അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഇതെല്ലാത്ത കർത്താവ് ആളെ കണ്ടു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി വേറെന്താണെന്നറിയാൻ പറയാൻ എനിക്ക് അധികമൊന്നുമില്ല. ഇതാണ് പറയാനുള്ളത്. എനിക്ക് ദൈവത്തിൽ നിന്ന് വളരെ നന്മ എനിക്ക് ലഭിച്ചു. ഞാൻ അത്രത്തോളം മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അത്ര പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ചേഞ്ച്ഡ് മീ ദാറ്റ് ഐ ക്യാൻ സേ. അപ്പോൾ അതിൽ ഞാൻ നല്ല പ്രസംഗമോ വലിയ എഴുത്തോ ഇതൊന്നുമല്ല. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സംസാരിക്കണം. നമ്മുടെ ജീവിതം ചേഞ്ച് ഉണ്ടാവണം. ഇതാണ് മറ്റുള്ളവർ. കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം വചനത്തിന് മായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാൻ ഒരു 4-5 മിനിറ്റുകൾ നമുക്ക് എടുക്കാം. അതോടെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നില്ല. കുറച്ചു നേരം കൂടെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിയണം. സാറ് എഴുതിയ ബുക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എവിടെ കിട്ടും വായിക്കാനായിട്ട്? അതായത് ഞാൻ വായിച്ച ബുക്കുകളോ? എഴുതിയ ബുക്കുകൾ. ഞാൻ 2 ചെറിയ ബുക്കുകൾ, ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ബുക്ക്ലെറ്റ്സ്. ഒന്ന് ദൈവം സ്നേഹമാവുന്നു ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. വേറൊന്ന് എന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഹിന്ദുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ഡോക്ടർ KN നമ്പൂതിരിപ്പാട്. ഹി വാസ് ദ ഡയറക്ടറായിരുന്നു അവിടെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലൂധിയാന. അവിടെയാണ് എൻ്റെ വൈഫ് പഠിച്ചത്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം അദ്ദേഹത്തെ മീറ്റ് ചെയ്യും. അദ്ദേഹം വിശ്വാസത്തിൽ വന്ന വലിയൊരു കഥയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ എപ്പോഴും പറയും, ഒരു പുസ്തകം എഴുതണം നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ബയോഗ്രഫി. പക്ഷേ എന്നെപ്പറ്റി അപ്പോൾ മൂപ്പരെന്താ മറുപടി അറിയോ, എന്നെപ്പറ്റി ആരും അറിയണ്ട, എൻ്റെ കർത്താവിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അദ്ദേഹം മരിച്ച ശേഷം ഞാൻ മകളോട് പറഞ്ഞു എഴുതണം. അച്ഛൻ്റെ പുകഴ്ത്താനല്ല, മറ്റുള്ള ജനങ്ങൾക്ക് അതൊരു എന്താ പറയണ്ടേ, അവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാനുള്ളൊരു ഉപാധിയായിരിക്കും പുസ്തകം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ കഴിയാറായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ ബുക്കിലിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു 5-6 കോപ്പി ഉണ്ട്. യേശുവും മാർക്സും 2 നമ്പൂതിരിമാരും. അതായത് 2 നമ്പൂതിരിമാർ ഞാൻ പറയുന്നത്, ഒന്ന് ഡോക്ടർ KN നമ്പൂതിരിപ്പാട്, വേറൊന്ന്
EMS നമ്പൂതിരിപ്പാട്. ഒരാൾ ഭൗതികവാദി, ഒരാൾ ആത്മീയത്തിന് വേണ്ടി നിന്ന ആൾ. അപ്പോൾ യേശു മാർക്സ് ഈ 2 നമ്പൂതിരിപ്പാട്. ഈ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി 60കളിൽ ഒരു സീരീസ് പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ നമ്പൂതിരിമാരെ പറ്റി ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിൽ 2 നമ്പൂതിരിമാരും മുഖ്യമായി അതിൽ മെൻഷൻ ചെയ്ത ഒന്ന് EMS, 2 ഡോക്ടർ KN നമ്പൂതിരിപ്പാട്. അപ്പോൾ അതെനിക്കൊരു ഐഡിയ തന്നെയാണ്. അങ്ങനെ അത് വായിച്ചതുകൊണ്ട് അങ്ങനെ തോന്നി. ഈ 2 നമ്പൂതിരിമാർ, ഒരാൾ ഭൗതികമായി എല്ലാവരും സമത്വത്തിൽ വരണം, ലെഫ്റ്റിസ്റ്റ് ഐഡിയ, എല്ലാവർക്കും സമ്പത്തും അഭിവൃദ്ധി ഉണ്ടാവണമെന്നും പറഞ്ഞ ആൾ. മറ്റാൾ ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ ഊന്നി പറഞ്ഞു. ഇതാണ് എഴുതിയിരുന്നത്. അത് എൻ്റെ 4-5 കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, തരാം, ആവശ്യമുള്ളൊരു വായിക്കാം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ എന്നുള്ള മാറ്റർ ഞാൻ എൻ്റെ നിറയുണ്ട്. എപ്പോഴും ഞാൻ അങ്ങനെ എഴുതി വെച്ചതുണ്ട്, കമ്പ്യൂട്ടറിൽ നിറയുണ്ട്. പക്ഷെ അതെല്ലാം പബ്ലിഷ് ചെയ്യാനും തുടങ്ങിയത് ആയിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ വേറൊന്നും എനിക്ക് പലപ്പോഴും തോന്നുന്നത്, ദർ ഇസ് നോ എൻഡ്, ദർ ഇസ് ലോട്ട് ഓഫ് ബുക്സ് ഓൺ ക്രിസ്ത്യൻ ഫെയ്ത്ത്. പക്ഷെ ഇതൊക്കെ എങ്ങനെ, ഹൗ ഡു യു മേക്ക് പീപ്പിൾ റീഡ്? വലിയ വലിയ ബുക്സ് എഴുതുന്നതിനേക്കാളും ചെറിയൊരു ലഘുലേഖയോ എന്തെങ്കിലും എഴുതിയാൽ അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ നിറയെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകങ്ങളുടെ ഐഡിയാസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടെന്ന് ഞാൻ പറയണം. മാൽക്കം മഗറിനൊരു ബുക്ക് എഴുതിയത് ജീസസ് റീഡിസ്കവേർഡ്. അദ്ദേഹം 1/2 നൂറ്റാണ്ടോളം ലോകത്തിൽ അറിയപ്പെട്ട ഒരു വലിയ ജേർണലിസ്റ്റായിരുന്നു. മൂപ്പരാദ്യം നിരീശ്വരവാദിയായിരുന്നു. പിന്നെ റഷ്യയെ അഡ്മയർ ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റായി. ഒടുക്കം അതെല്ലാം വിട്ട് വിശ്വാസത്തിലേക്ക് വന്നു. അത് നല്ല ബുക്കാണ്, ജീസസ് റീഡിസ്കവേർഡ്. അദ്ദേഹം കൽക്കട്ടയിൽ വന്നു. കൽക്കട്ടയിൽ വന്നപ്പോൾ മദർ തെരേസ ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നത് കണ്ടു. ലെപ്പേഴ്സിൻ്റെ കാല് കഴുകലും ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇദ്ദേഹം റിമാർക്ക് ചെയ്തു, മദർ നിങ്ങൾ എങ്ങനെയുള്ള ജോലി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കണം ചോദിച്ചു. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, ഇത് കോടി ഉറുപ്പിക എനിക്ക് തന്നാലും ഈ പ്രവൃത്തി ചെയ്യാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഞാൻ കർത്താവിനെ കാണുന്നു, രോഗികളിലെല്ലാം കർത്താവിനെ കാണുന്നു, അവരുടെ കർത്താവിൻ്റെ കാലാണ് ഞാൻ കഴുകുന്നതെന്ന് പറഞ്ഞു. അത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ജീസസ് റീഡിസ്കവേർഡ്. എക്സലൻറ്റ് ബുക്ക്. അങ്ങനെ നിരീശ്വരവാദി, കമ്മ്യൂണിസം, പിന്നെ ഈ കൈം ടു ഫെയ്ത്ത്. അതുമാതിരി നമ്മുടെ നാട്ടിൽ നിറയെ ആൾക്കാരുടെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവും. വളരെ നല്ല പ്രാഗൽഭരായ നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചില നല്ല ട്രാക്ട്സും എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഡോക്ടർ പോൾ പിള്ളൈ, ഇന്ത്യ സെർച്ച് ഫോർ ദി അൺനോൺ ക്രൈസ്റ്റ്, നല്ലൊരു പുസ്തകമാണ്. ഇന്ത്യ സെർച്ച് ഫോർ ദി അൺനോൺ ക്രൈസ്റ്റ്. ഗ്രേസ് ബൈബിൾ കോളേജിൻ്റെ സ്ഥാപകൻ, ഡൽഹിയിലാണ്, ഞങ്ങൾ അറിയപ്പെട്ട ആളായിരുന്നു. അങ്ങനെ പലരെയും പരിചയപ്പെടാൻ ഉള്ള സന്ദർഭം എനിക്ക് ലഭിച്ചു. ഞാൻ പറയുന്നത് കേട്ടിരുന്നു അല്ലേ എല്ലാവരും? എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് കൈപൊക്കിയാൽ മൈക്ക് തരാം. വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എൻ്റെ പല ബന്ധുക്കളും എന്നെ അറിയുന്ന പല സ്നേഹിതരും എന്നിൽ നിന്ന് വളരെ അകന്നു പോയി. പക്ഷേ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ അവർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ പോയി. പക്ഷെ അതിന് പകരം ദൈവം അനേകം സഹോദരന്മാരെ എനിക്ക് തന്നു. സ്തോത്രം, ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് ഞാൻ ഇവിടെ വരുമ്പോൾ ഐ എൻജോയ്ഡ് ദിസ് പ്ലേസ്. And coming here and meeting such a person, it was a great joy. അതാണ് ഇന്നും ഞാൻ ഈ ട്രാക്ട് കൊടുക്കുമ്പോഴും ഓരോന്ന് ക്രിസ്തുവിനെ പറ്റി പറയുമ്പോഴും ആ ഒരാളും തൻ്റെ ലൗകിക ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് തിരിയുന്നത് കാണാൻ വലിയൊരു സന്തോഷമാണ്, വലിയൊരു മാറ്റമാണ്. അതെ, തീർച്ചയായിട്ടും.
പല ക്രിസ്ത്യൻസും ഈ ബൈബിൾ തത്വങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുന്നുണ്ട്. പക്ഷെ ഉയർച്ച പ്രാപിച്ച ശേഷം ദ ടേൺ മെറ്റീരിയലിസ്റ്റ്. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്നത് അവർ മറന്നു പോകുന്നു. അതായത് ഈ ജീവിതത്തിൽ നിന്നൊരു ഡിഫറൻ്റായി ജീവിക്കാൻ നമുക്ക് കുറച്ചൊരു ചങ്കുറപ്പ് വേണം. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. പക്ഷെ അവരിൽ നിന്ന് ഡിഫറൻ്റായിട്ട് നിൽക്കാൻ ഐ സ്റ്റാൻഡ് ഹിയർ ഫോർ ക്രൈസ്റ്റ് എന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഇതാ പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ തത്വങ്ങൾ, നമ്മളെ രക്ഷിച്ച ആ തത്വങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർത്താൻ ഉള്ള ഉത്സാഹം കുറവാണ് വാസ്തവത്തിൽ. അതാണ്. അല്ലെങ്കിൽ ഈവൻ ഗാന്ധിജി സെഡ് അല്ലേ, there was only one true Christian, he was hung on the cross. അതാണ് ഗാന്ധിജി പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞു ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ് നല്ലതാണ്, പക്ഷേ എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ അല്ല. അത് വാസ്തവമാണ്. ഇത്ര നേരം ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്നതിന് സന്തോഷം. ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ വരാൻ ഇഷ്ടം സംഗതിയായത് എനിക്ക് വലിയൊരു എന്നും ഓർമ്മിക്കുന്ന ഒരു ദിവസമായിട്ട് ഇരിക്കുന്നത്. താങ്ക് യു. സാറിൻ്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും രക്ഷയിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റെ അമ്മാമൻ്റെ ഒരു മകൻ, അതൊരു ഞാൻ സാക്ഷ്യം പറയാം. അമ്മാമന് 8 മക്കളാണ്. ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലാണ് ഉണ്ടായിരുന്നത്. 8 മക്കൾ. ഈ കുടി കാരണം വീട്ടിൽ സന്തോഷ സമാധാനം ഉണ്ടാവില്ലല്ലോ. പിന്നെ അവിടെ കുട്ടികളൊന്നും ശരിക്കും പഠിച്ചില്ല. എല്ലാം ബാഡ് ഹാബിറ്റ്സ് ഓരോ ആൾക്കാരൊക്കെ. കുടുംബം നശിച്ചു എന്ന് തന്നെ പറയാം. ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ അതിലൊരു പയ്യനെ, അവൻ്റെ പേര് മുരുകൻ ആയിരുന്നു. അവനിങ്ങനെ വേണ്ടാത്ത എല്ലാം വീട്ടിലത്തെ സാധനങ്ങളെല്ലാം എടുത്ത് കട്ട് വിറ്റ് അങ്ങനെയൊക്കെ ഇതായിരുന്നു. ഒരു ചർച്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അയാളെ കൊണ്ടുപോയിട്ട്, ഇയാളെ നന്നാക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു അവിടെ ഒരാഴ്ച കഴിഞ്ഞാൽ ആണെങ്കിൽ പോകുന്നു. അത് ആരുടെ ചർച്ചയായിരുന്നു അറിയോ? എമ്മി ചെറിയൻ്റെ ചർച്ച, മധുരയിൽ. എമ്മി ചെറിയനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ ചർച്ചിൽ ഞാൻ വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞാൽ മുപ്പര് മടങ്ങി പോകുന്നു. പക്ഷേ അവിടെ വലിയൊരു ചേഞ്ച് മുപ്പരിൽ വന്നു. മൂപ്പര് ആ കുടുംബത്തെ മുഴുവനും സഹോദരിമാരെയും അവരെ സഹായിച്ച് അവരെ ഉയരാൻ സഹായിച്ചു. അപ്പോൾ മൂപ്പര് സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങി തമിഴ്നാട്ടിൽ, അവിടെ മധുരയിൽ. ഹി വാസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ. കാരണം അവൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയും, ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയും. പക്ഷേ എന്നാലും ആരും അക്സെപ്റ്റ് ചെയ്തില്ല അത് ക്രിസ്തു മുഖാന്തരമാണെന്ന്. ഇതാണ് പ്രശ്നം. അത്ഭുതം കണ്ടാലും വിശ്വസിക്കില്ല ആൾക്കാർ. എന്തു ചെയ്യും? അപ്പോൾ അദ്ദേഹം വളരെ ട്രാജിക്കായിട്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ കോവിഡ് സമയത്താണ് മരിച്ചത്. ഹി വാസ് അബൌട്ട് 53 ആയിട്ടുള്ളൂ. അതെൻ്റെ എപ്പോഴും മനസ്സിലുള്ള ഒരു വേദനയാണ്. ബട്ട് നല്ല ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ്സ് ഓൺലി ത്രൂ ക്രൈസ്റ്റ്, നോട്ട് എനിത്തിങ് എൽസ്. സോ അങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ട്. അതായത് ദൈവം മാറ്റുന്നു, മറ്റൊന്നും മാറ്റാൻ കഴിയാത്തവരെ ദൈവം മാറ്റും. തീർച്ചയാണ്. ഈ പുസ്തകം വായിച്ച് അതനുസരിച്ച് ജീവിച്ചാൽ ആർക്കും തോറ്റു പോകേണ്ട ആവശ്യമില്ല. അതെൻ്റെ ആ തത്വങ്ങൾ അത്ര ബലപ്പെടുത്തിയതാണ്. ലോകം മുഴുവനും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ആരും തയ്യാറാകാത്താണ് പ്രശ്നം. ബൈബിളും വേണം, ലോകവും വേണം എന്നുള്ള കാര്യത്തിലാണ്. ഇനി ആരെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ ചോദ്യം വരും അല്ലേ? വേറൊരു ഉദാഹരണം പറയാം. ഞാൻ പ്രിസണിൽ പോയിട്ടുണ്ട്, ഡൽഹിയിൽ തിഹാർ ജയിൽ. അവിടെ പോയിട്ട് പ്രിസണറോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മേലെ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ രാജൻ, അയാൾ പ്രിസൺ ഫെലോഷിപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു ആദ്യം. ഇദ്ദേഹം എങ്ങനത്തെ ആളായിരുന്നു അറിയോ? ചെറുപ്പം മുതൽക്ക് ക്രൈം ഏർപ്പെട്ട ആളായിരുന്നു, ക്രിമിനൽ ഫ്രം ചൈൽഡ്ഹുഡ്.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് കൽക്കട്ട, ബോംബെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിക്കും. അപ്പോൾ ഈ ബോർസ്റ്റൽ സ്കൂളുണ്ടല്ലോ സാധനമുണ്ട്. അതായത് ക്രിമിനലായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂള്. അപ്പോൾ ഈ രാജൻ എന്നുള്ള ആൾ അങ്ങനെ അവിടെ പോയി. അവിടെ എങ്ങനെ വെച്ചാൽ ഒരു ദിവസം ഒരു പാതിരി വന്ന് പ്രസംഗിക്കും, വേറൊരു ദിവസം ഒരു മുള്ള വന്ന് പ്രസംഗിക്കും, പിന്നൊരു ദിവസം ഒരു വേദപണ്ഡിതൻ വന്ന് പഠിപ്പിക്കും. അങ്ങനെ അത് ഇയാൾ വലിയ ശ്രദ്ധിച്ചൊന്നുമില്ല. ഇയാൾ തുടങ്ങി വലിയൊരു കൊള്ളക്കാരനായി ഇയാൾ. അതായത് ദുർഗാപൂർ, ബംഗാൾ, അവിടെയായിരുന്നു ഇയാളുടെ പ്രധാന സ്ഥലം, ആക്ടിവിറ്റി. ഇയാളുടെ കീഴെ ഒരു 40ഓളം അംഗങ്ങളുണ്ടായിരുന്നു. ഒരു ഗ്യാങ്ങാണ് അവർ, ഗാങ്സ്റ്റർ. അപ്പോൾ MPs ഒക്കെ ഉണ്ടല്ലോ, അവിടുത്തെ MPസും ഇവരൊക്കെ പൊളിറ്റീഷ്യൻസ്, അവർ ഇദ്ദേഹത്തെ യൂസ് ചെയ്യും. എന്തിന്? വോട്ട് പിടിക്കാൻ. ഇങ്ങനെയൊക്കെ. അങ്ങനെ മൂപ്പര് വലിയ ആളായി. അതിൽ കാമരാജരുടെ കൂടെ സ്റ്റേജിലൊക്കെ ഇരുന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഈ ഇദ്ദേഹം. പക്ഷേ അയാളുടെ ഒക്കെ ഒരു സ്വഭാവമുണ്ട്. പണക്കാരെ നിന്ന് എടുത്ത് സാധുക്കൾ കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അയാൾക്ക്. അങ്ങനെയാണ് പണക്കാരെ കൊള്ള ചെയ്യുക, എന്നിട്ട് സാധുക്കൾ കൊടുക്കുക. അപ്പോൾ ഒരു മർഡർ കേസിൽ അയാൾ ജയിലിൽ പോയി. ബുർദ്വാൻ ജയിലിലാണ് പോയത്. അപ്പോൾ അവിടെ ഇയാളൊരു ദാതായിരുന്നു, എല്ലാ ഇത് അടിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്താ കാരണം ചോദിച്ചപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി കൽക്കട്ട, അവിടെ ആ സമയത്ത്. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഓ, ഞാൻ ബോർഡൽ സ്കൂളിലായിരുന്നപ്പോൾ ഒരു പാതിരി പറയണ്ടല്ലോ അന്ത്യകാലത്ത് ഈ ഭൂകമ്പങ്ങളും മറ്റ് നാശങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കേട്ട് ഇയാൾക്ക് വീണ്ടും ബൈബിൾ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. പല സ്ഥാപനങ്ങൾക്ക് മൂപ്പര് എഴുതി ഒരു ബൈബിളിന്. പക്ഷേ ആരോ ഒരു കൂട്ടർ മാത്രം ഒരു ബൈബിൾ അയച്ചു കൊടുത്തു. അയാളിത് വായിക്കാൻ തുടങ്ങി. അവിടുന്ന് ഒരു മാറ്റം വന്നു. ഈ ദാദ ആയിരുന്ന ആൾ വളരെ സാധുവായി. ഒരു മാറ്റം അവിടുന്ന് വന്നു. പിന്നെ ഇയാൾക്ക് ഇച്ചിരി ചേഞ്ച് വന്നപ്പോൾ ഇയാളുടെ ഗാങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു. കാരണം അവരൊക്കെ എക്സോസ്റ്റ് ആവില്ലേ. പക്ഷേ അതൊന്നെല്ലാം ദൈവം വളരെ അത്ഭുതകരമായി അയാൾ രക്ഷിച്ചു. പിന്നെ ഇയാൾ ഡൽഹിയിൽ വന്നു, ബംഗാളിൽ നിന്ന് ഡൽഹി വന്നു. അവിടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. കുറച്ച് വാരുള്ള ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തു. പിന്നെ ഇയാൾ പിന്നെ ഈ യൂസ് ടു മീറ്റ് ആൾ ദ MPസിന് എടുത്ത് അയാളുടെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, ഈ രാഷ്ട്ര തലവന്മാർ നന്നായാലേ നന്നാവുള്ളൂ. അപ്പോൾ അവർക്കാണ് ഈ ബൈബിൾ ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞ് ഹി വിൽ ഗീവ് ബൈബിൾ ടു എവരി MP. പ്രസിഡന്റിനെ മീറ്റ് ചെയ്ത് പ്രസിഡന്റിനും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ബയോഗ്രഫി ഉണ്ട്. ബയോഗ്രഫിയുടെ പേര് തമിഴിലുണ്ട്, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യനെ എങ്ങനെ ഉയരണം എന്നുള്ളത്. വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്. പിന്നെ വളരെ ഡൽഹിയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. മൂപ്പരായിരുന്നു ഈ പ്രസന്റ് ഫെലോഷിപ്പിൻ്റെ ആൾ ഇവിടെ ഡൽഹിയിൽ. അപ്പം ഞങ്ങൾ ഒന്നിച്ച് പോവും ഈ പ്രസന്റിലേക്ക്. ഒരാഴ്ചയും ഒരു ദിവസം പോയി അവർക്ക് ചില പെൻസിലോ ഫൗണ്ടൻ പെന്നോ പേപ്പറോ ഇങ്ങനെയുള്ളതൊക്കെ വായിച്ചു കൊടുക്കും. അങ്ങനെ ആ പ്രസിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട പലരുണ്ട് മൂപ്പരുടെ പ്രസംഗം കൊണ്ടും ഇതെല്ലാം. ഞാൻ ബോറടിച്ചില്ലെന്ന് വിചാരിക്കണം അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല. ഹിന്ദുക്കളോട് സുവിശേഷം പറയണമെങ്കിൽ ആദ്യം നമ്മൾ ഹിന്ദു ആവണം, എന്നിട്ട് ഈ സാർ പറഞ്ഞ പോലെ പറയണം. ഇതെൻ്റെ ഉത്തരമാണ്. ചോദ്യം കേട്ടായിരുന്നു, ഹിന്ദുക്കളോട് എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. 22-ാം തീയതി, ഈ കഴിഞ്ഞ 22-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ദലൈലാമ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സോറി, കഴിഞ്ഞ 22-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യ ആരെങ്കിലും വരുത്തുന്നുണ്ടോ? ഇവിടെ ഇല്ല അല്ലേ, ആരും വരുത്തുണ്ടാവില്ല. ഒരു ദലൈലാമ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അദ്ദേഹം കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റാണ്, ബുദ്ധിസ്റ്റ് ലീഡറാണ് ദലൈലാമ. അപ്പം അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം
ആ സ്നേഹം നിറഞ്ഞ ജീവിതം ഇതെല്ലാം കണ്ടിട്ടാണെന്നാണ്. കമ്പാഷൻ, ബുദ്ധിസ്റ്റിൻ്റെ വലിയ തത്വവും കമ്പാഷനാണ്. കമ്പാഷൻ ടുവേഡ്സ് ഇതാണ്. അത് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ എൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹിന്ദുയിസത്തിലും അതുപോലെ നല്ല തത്വങ്ങൾ ചിലതൊക്കെ ഉണ്ട്. അതിനോട് നമുക്ക് കമ്പൈൻ ചെയ്ത് പറയാം. പക്ഷെ വെറുതെ ഹിന്ദുയിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐഡൽ വേർഷിപ്പ് ഉണ്ട് ഹിന്ദുസിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൽ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അവ കല്ലും മരം കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയതാണ്. കണ്ണുണ്ടെങ്കിലും അവ കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവത്തെ പ്രസംഗിക്കുന്നതാണ് ബൈബിൾ എന്ന് പറഞ്ഞ് അങ്ങനെ കമ്പയർ ചെയ്യാം. പിന്നെ ക്രിസ്തുവിന് 38 കോടിയോളം ദൈവങ്ങളുണ്ട്. ഇതിലൊരു ദൈവമാണ്. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ആ ചില നല്ല പോയിൻറ്റ്സ് ആകുന്നെടുത്ത് കമ്പയർ ചെയ്ത് അങ്ങനെ പറയാവുന്നതാണ്. അതാണ്. അതുപോലെ ഒരു ആർഗ്യുമെൻറ്റിൽ നമ്മൾ കടന്നു പോകരുത്. ആർഗ്യുമെൻ്റ് കൊണ്ട് ആരെയും ജയിക്കാൻ പറ്റില്ല. സ്നേഹം കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റൂ. നമ്മുടെ ജീവിതം കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റൂ. സാറിനോടും മാഡത്തിനോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സാറിനോട് ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സാറ് പോകുന്നില്ല, ഇവിടെ കുറച്ച് നേരം ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ഒരു നല്ല മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സമയത്തിന് തുടങ്ങുക, സമയത്തിന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സമയത്തിന് തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും സമയത്തിന് അവസാനിപ്പിക്കണമെന്നാണ്. പ്രത്യേകിച്ച് ഇനി അടുത്ത പരിപാടി ഭക്ഷണമാണ്. അടുക്കളയിൽ പൂച്ച കയറിയൊരു ശബ്ദം ഞാൻ കേട്ടു, നിങ്ങൾ കേട്ടോന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേഗം കഴിക്കേണ്ടത് ആവശ്യമാണ്. പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചോദ്യങ്ങളാണ് വരിക. പാട്ട് കേൾക്കുമ്പോൾ എനിക്കും ഒന്ന് പാടണമെന്ന് ചിലപ്പോൾ തോന്നും. ആർക്കെങ്കിലും തോന്നിയെങ്കിൽ കൈപൊക്കിയാൽ ഒരു പാട്ട് പാടാനുള്ള സമയമുണ്ട്, 4 മിനിറ്റ്. ഹിന്ദുവിനെ പറ്റി ചോദിച്ചല്ലോ. നമ്മൾ ഒരു ധാരണയുണ്ട്, പഠിക്കാത്തവരും ഒന്നിനും കൊള്ളാത്തവരും ഒന്നുമില്ലാത്തവരുമാണ് ക്രിസ്തുവാൽ ആകർഷിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ തെറ്റാണ്. നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള നിറയെ ആളുകൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ അത് ലോകം അറിഞ്ഞിട്ടില്ല. അതാണ്. ഹിന്ദുവിസത്തിൽ തന്നെ അങ്ങനെ നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ടെസ്റ്റിമണീസ് അവൈലബിൾ ആണ്, നിറയെ ഉണ്ട്. ഇപ്പോൾ അതും വളരെ പ്രഗത്ഭരായവർ ഉണ്ട്. അത് ചില ബൈബിൾ സൊസൈറ്റി ബുക്സിൽ വിൽക്കുന്നുണ്ട്, സീരീസായിട്ട് ഉണ്ട്, നിറയെ ഉണ്ട് ആൾക്കാർ. അപ്പോൾ അവരുടെ ടെസ്റ്റിമണീസ് നമ്മളടുത്ത് പറയുകയാണെങ്കിൽ അത് വലിയൊരു പ്രചോദനമായിരിക്കും. തീർച്ചയായിട്ടും അതൊരു ഇതാണ്. കൃഷ്ണൻകുട്ടി സാറിൻ്റെ പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. വേറൊരു കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങണം. ആ പുസ്തകം ഞാൻ ഫ്രീ ആയിട്ടാണ് തരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതിന് ഒരു പുസ്തകത്തിന് 10 രൂപ എന്നുള്ള നിലയിൽ ഇന്ന് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഞാൻ തരുന്നത് ഫ്രീ ആയിട്ട് തരുന്നു. അപ്പോൾ ഒരു കൃഷ്ണൻകുട്ടി സാറിനെ കേട്ടത് ഇഷ്ടമായെങ്കിൽ 2 പേരെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഇഷ്ടമാകും. ഇവനാർന്നുള്ളൊരു ട്രാക്ട് അത് തന്നെയാണ്. വെരി ഗുഡ്. അത് തന്നെയാണ്. അത് വളരെ നല്ലൊരു പുസ്തകമാണ്, വളരെ നല്ലതാണ്. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലാണ്. നമ്മൾ പകുതി പേർക്ക് ആദ്യം ഇരുന്ന് കഴിക്കാം, ബാക്കി പകുതി പേർക്ക് പിന്നെ കഴിക്കാം. താഴെയാണ് ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ള മാനുവൽ സഹോദരനെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, കാരണം നിങ്ങൾക്ക് പിന്നീട് പരിചയപ്പെടാനുള്ള സമയമുള്ളത് കൊണ്ടാണ്. എനിവേ വി ആർ സോ താങ്ക്ഫുൾ ടു യു. ഞങ്ങൾക്ക് സാറിനെയും സാറിൻ്റെ ഭാര്യയും പരിചയപ്പെടാൻ സാധിച്ചതും അവരുടെ സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മുടെ ഹൃദയത്തിന് ഈ ക്രിസ്മസിന് ഏറ്റവും നല്ല മെസ്സേജായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളോട് അത് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു എത്ര വലിയവനാണ്. അവനെ ഈ ലോകം മുഴുവനും
പല വിധത്തിലാണ് ഈ നാളുകളിൽ ആഘോഷിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്രിസ്തു ശരിക്കും നമ്മുടെ ഉള്ളിൽ ജനിക്കുകയാണെങ്കിൽ ആ വരുന്ന മാറ്റമാണ് ജീവിക്കുന്ന സാക്ഷിയായി നമ്മുടെ മധ്യത്തിലുള്ളത്. സോ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ നിലയിൽ ഈ പ്രിയ ഭവനത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ അവിടുന്ന് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുന്ന് എത്രയോ ഉന്നതനായ ദൈവമാണ്. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ സാക്ഷാൽ നിത്യജീവൻ എന്ന് ഞങ്ങൾ നിന്റെ വചനത്തിൽ വായിക്കുന്നു. ആ വിലയേറിയ ഭാഗ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അവിടുന്ന് കരുണ ചെയ്തു എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കണ്ടു. ഞങ്ങളിപ്പോൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഓരോരുത്തരെ അതാത് സമയത്ത് ദൈവം മുന്നമേ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ കഴിയുന്നത്. അത് അവിടുത്തെ വലിയ കരുണയാണ്, അവിടുത്തെ വലിയ കൃപയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ നിന്റെ വചനത്തിൽ വായിക്കുന്നു. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിൻ്റെ വിലയേറിയ ദാനമാണ്. ആ പറഞ്ഞു തീരാൻ കഴിയാത്ത വിലയേറിയ ദാനമായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് ഇത്രയും പേർക്ക് ഇവിടെ കൂടി വരുവാനും ഞങ്ങൾക്ക് ഈ നല്ലൊരു സാക്ഷ്യം കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് ശോധന ചെയ്യുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഞങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, ഈ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, പരിചയപ്പെടുത്തുവാൻ ഒക്കെ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ഈ ദിവസം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള പ്രിയ സോരൻ ജോസഫിനെയും കുടുംബമായിട്ട് ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ തരുന്നു. കർത്താവെ, ഡോക്ടർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണം. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ ഇനി അല്പസമയം ചെലവഴിക്കുന്ന സമയം, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിന്നോടുകൂടെ ചെലവഴിക്കുന്ന സമയം ഇവിടെ എല്ലാവർക്കും അത് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം. ഞങ്ങളിപ്പോൾ തൽക്കാലം പിരിയുന്നു. പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടിയുള്ളതുകൊണ്ട് സ്തോത്രം. ഇനി ഞങ്ങൾ തമ്മിൽ കാണുന്നവരെ തിരുക്കരങ്ങൾ സൂക്ഷിക്കുകയും അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളെല്ലാവരെയും ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് തരുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.